പടക്കങ്ങൾ എന്നും ഒരു ഹരമാണ്. പടക്കങ്ങൾ ഒഴിച്ചുകൂട്ടാൻ കഴിയാത്ത ആഘോഷമാണ് ദീപാവലി. പടക്കങ്ങളില്ലാതെ എന്ത് ദീപാവലി അല്ലേ? എന്നാൽ പടക്കങ്ങൾ പടികടന്നു ചെല്ലാത്ത ഒരു ഗ്രാമമുണ്ട് തമിഴ്നാട്ടിൽ. ഇനി എത്ര വലിയ ആഘോഷങ്ങളായാലും ഇവിടുത്തുകാർ പടക്കങ്ങൾ തൊടാറില്ല. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ സിംഗണപുരി, കൊല്ലുകുടിപ്പട്ടി എന്നീ ഗ്രാമങ്ങളിൽ ദീപാവലിക്ക് പടക്കങ്ങൾ പൊട്ടിക്കാറില്ല. കഴിഞ്ഞ 40 വർഷമായി നിശബ്ദമായാണ് ഇവരുടെ ദീപാവലി ദിനം കടന്നുപോകുന്നത്. പടക്കങ്ങൾ വിൽക്കുന്ന ഒരു കട പോലുമില്ല ഇവിടെ. പ്രകൃതിക്ക് വേണ്ടി ഈ ഗ്രാമങ്ങളിലെ മനുഷ്യർ ചെയ്യുന്ന ത്യാഗമാണ് പടക്കം വേണ്ട എന്ന് വെക്കുന്നതിന്റെ പ്രധാന കാരണം. കൊല്ലുകുടിപ്പട്ടിയിലാണ് തമിഴ്നാട്ടിലെ പ്രശസ്തമായ വേട്ടാങ്കുടി പക്ഷി സങ്കേതം. ഇവിടേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ദേശാടന പക്ഷികളുടെ പ്രജനനകാലം തുടങ്ങുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ്. ഫെബ്രുവരി മാസം വരെ ഈ പക്ഷി സങ്കേതം അതീവ സുരക്ഷിതമായിരിക്കും. പക്ഷികളുടെ സ്വതന്ത്ര വിഹാരത്തിന് തടസ്സമാകുന്ന ഒരു കാര്യവും ഗ്രാമീണർ ചെയ്യാറില്ല. ഏറ്റവും പ്രിയപ്പെട്ട ദീപാവലി ആഘോഷങ്ങൾ ഉപേക്ഷിച്ചാണ് അവർ ഈ പക്ഷികളെ സംരക്ഷിക്കുന്നത്. ശ്രീലങ്ക, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പക്ഷികളാണ് പ്രധാനമായും വേട്ടാങ്കുടി പക്ഷി സങ്കേതത്തിൽ ദേശാടകരായി എത്തുന്നത്. പ്രജനനത്തിന് ഏറ്റവും സുരക്ഷിതത്വമുള്ള ഇടമായി പക്ഷികൾക്ക് തോന്നിയതിനാലാവാം വർഷാവർഷം ഇവിടേക്ക് പറന്നെത്തുന്നവരുടെ എണ്ണം കൂടുന്നത്. പക്ഷികൾ വൻതോതിൽ പക്ഷി സങ്കേതത്തിൽ എത്തുന്നത് കൊണ്ട് തന്നെ പക്ഷികൾക്ക് അലോസരമുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യുവാനും ഗ്രാമവാസികൾ മുതിരില്ല. പക്ഷികളെ സ്വീകരിക്കാനായി നേരത്തെ തന്നെ ഗ്രാമം ഒരുങ്ങുന്നു. പക്ഷി സങ്കേതത്തിലെ തടാകത്തിൽ പക്ഷികൾക്കായി അവർ മീനുകളെ കാലേക്കൂട്ടി നിക്ഷേപിക്കും. ഈ മീനുകൾ പെറ്റുപെരുകി തുടങ്ങുമ്പോഴേക്കും ദേശാടന പക്ഷികൾ എത്തുന്ന സമയമാകും. പടക്കം പൊട്ടിക്കരുതെന്ന നിയമമൊന്നുമില്ല. പക്ഷെ തങ്ങളുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്ന ദേശാടന പക്ഷികളെ ഒച്ചയിട്ട് പോലും അലോസരപ്പെടുത്താൻ ഇവിടുത്തുകാർ തയ്യാറല്ല എന്നതാണ് സത്യം.